ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യുജോങ് ആണെങ്കിൽ കുറച്ച് കോൺട്രാക്റ്റും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരിക്കുക. അതിൽ ഫസ്റ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇവളൊരു സ്ത്രീ ആയിട്ട് കരുതണമെന്നില്ല എന്നാണ്. അതായത് ഇവൾ ജസ്റ്റ് വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറായിട്ട് കരുതിയാൽ മതി എന്ന് പറയുന്നതും, അതുപോലെ വർക്കിംഗ് അവർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണൽ ലൈഫിലൊന്നും കയറി ഇടപെടരുത്, ഒരു പ്രൈവസിയൊക്കെ വേണമെന്നും, അങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു കൺസൾട്ടേഷൻ എടുക്കണം, ബ്രെയിൻ ചെക്കപ്പ് ചെയ്യണം എന്നൊക്കെ ഇവൾ പറയുന്നുണ്ട്. ഇൻഷുറൻസും സാലറിയും വേണ്ട, പകരം എനിക്കൊരു റൂമും ബോർഡും മാത്രം മതി എന്ന് പറയുന്നതും, ലീഗുനാണെങ്കിൽ ആ കോൺട്രാക്ട് വാങ്ങി അങ്ങ് കത്തിച്ച് കളയുന്നുണ്ട്. ഇത് എന്ത് പണിയെ കാണിച്ചത്, അതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് എതിർപ്പുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാലോ എന്ന് പറയുന്ന ഇവളോട് എനിക്ക് ഈ കോൺട്രാക്റ്റിന് തീരെ താല്പര്യമില്ലെന്ന് ഇവൻ പറയുന്നതും ഇത് കേട്ടിട്ട് ഇവൾ ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ. അതെന്ത് പറ്റി, നേരത്തെ ഇൻവെസ്റ്ററോട് ഞാൻ നിങ്ങളുടെ ഡോക്ടറാണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ പിന്നെ അത് ശരിക്കും ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഇവൾ ചോദിക്കുന്നതും, അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, തന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് ലീഗുൻ പറയുന്നതും, ഞാൻ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തിട്ടുണ്ട്, ഇത് വെറും 3 മാസത്തെ കാര്യമല്ലേ ഇടുന്നൊക്കെ അവിടെ പറയുന്നതും, ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ സമ്മതിക്കാതെ വരുമ്പോൾ ഇവളെ ഇങ്ങ് എടുത്ത് പൊക്കുന്നതും, ആ സമയത്ത് ഇടിവെട്ടുമ്പോൾ ഇവർ രണ്ടുപേരും പേടിച്ചിങ്ങനെ ക്ലോസ് ആകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകാൻ പറയുമ്പോൾ, രാത്രിയായില്ലേ, ഞാനൊരു പെൺകുട്ടിയല്ലേ, എങ്ങനെ ഒറ്റയ്ക്ക് പോവുക, അത് മാത്രമല്ല എൻ്റെ ഫോണിൽ ചാർജും ഇല്ല എന്ന് പറയുമ്പോൾ, ഫോൺ ചാർജ് ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണം എന്ന് പറഞ്ഞ് ലീഗുൻ അവിടെ നിന്നും പോകുന്നതും, ഇവളാണെങ്കിൽ റൂമൊക്കെ തപ്പിപ്പിടിച്ച് അവിടെ എത്തുന്ന ടൈമിൽ ആലോചിക്കുന്നത് മുന്നത്തെ ഒരു കാര്യമായിരിക്കും. അതായത് ന്യൂറോ സർജൻ തേയോ ഇങ്ങനെ നല്ല ടിപ്പ് ടോപ്പ് റെഡിയാക്കിയിട്ട് ഇവരുടെ ബോർഡ് മെമ്പറിനെ കാണിക്കാൻ വരുമ്പോൾ അവിടെ ഓൾറെഡി ക്യുജോങ് എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവളെ കാണുമ്പോൾ ഇവർ രണ്ടുപേരും ഷോക്കാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിലോ ആ ബോർഡ് മെമ്പറോട് പറയുന്നത്, അതായത് ഇപ്പം ഞാൻ ഈ സബ്ജക്റ്റിന് പ്രത്യേകിച്ച് മാറ്റി നിർത്തിയിട്ടാണ് നിരീക്ഷിക്കുന്നത്, അതായത് ഹോസ്പിറ്റലിനേക്കാൾ നല്ലത് മറ്റൊരു സ്ഥലത്താണെന്നൊക്കെ പറയുന്നതും ഇവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ക്യുജോങ് ആണെങ്കിലോ ഈ സർജനെ നോക്കി നന്നായി അങ്ങ് ചിരിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡ് ചെറുതായിട്ട് പോയിസൺ ഉള്ളതാ, കേട്ടിട്ടില്ലേ, അത് ജനിക്കുന്ന സമയത്ത് അതിൽ പോയിസൺ ഒന്നുമില്ല, പിന്നെ കുറേ കഴിഞ്ഞിട്ട് അത് മറ്റുള്ളവർ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിസൺ കഴിക്കും, അപ്പം നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്ന ടൈമിൽ ആ സർജന് അതങ്ങ് കൊള്ളുന്നുണ്ട്. ഹോസ്പിറ്റൽ ബോർഡ് മെമ്പറിനാണെങ്കിലോ ഇവളുടെ ഈ ഒരു കാര്യമൊക്കെ കേൾക്കുമ്പോൾ അത് നന്നായി, അയാൾ അങ്ങനെ തന്നെ മോണിറ്റർ ചെയ്തോളൂ എന്ന് അവിടെ പറയുന്നുണ്ട്. അതായത് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഇങ്ങനൊരു സീൻ നടന്നിരുന്നു. പിന്നീട് ഇവൾ കിടന്നുറങ്ങുന്നതും പിറ്റേ ദിവസം മോർണിംഗിൽ ലീഗുൻ നോക്കുന്ന ടൈമിൽ ക്യുജോങ് ഫുഡ് കഴിക്കുന്നതാണ് കാണുന്നത്. ഇവനാണെങ്കിൽ ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ. താൻ ഇതുവരെ പോയില്ലേ, എന്തേ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, കണ്ടില്ലേ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നതും ഇവളുടെ കോലം കണ്ടാൽ തന്നെ ശരിക്കും അത്ഭുതമാവും കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഞാൻ വീട്ടിൽ സാധാരണ ഇങ്ങനെ ഡ്രസ്സ് ഇടാറ്, ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, തനിക്ക് എന്നോട് വലിയ ഫീലിങ്സ് ഒന്നും തോന്നത്തില്ല എന്ന് പറയുന്നതും, അല്ല ഇയാളോട് ഞാൻ ഇന്നലെ പോവാൻ പറഞ്ഞതിൽ പിന്നെ എന്തിനാ ഇവിടെ നിന്ന്, അല്ല തൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത്, നീ എൻ്റെ പേഷ്യൻ്റ് ആണ്, എനിക്ക് നിൻ്റെ കാര്യം നോക്കിയേ പറ്റത്തുള്ളൂ, അവസാനം വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നായിരിക്കും കേട്ടോ. ആ ടൈമിലാണ് ചാസിയോൻ ഇവനെ വിളിക്കുന്നതും, എന്താ പറ്റിയെന്ന് ചോദിച്ച് ഇവൻ ടെൻഷൻ അടിച്ച് അവിടെ നിന്നും പോകുന്ന ടൈമിൽ പിന്നാലെ റെഡിയായി വരുന്ന ക്യുജോങ് ആണെങ്കിൽ ഞാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാർ എടുക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഗ്ലാസ് താഴ്ത്താൻ പറയുന്നതും, ഏജൻസിയിൽ ആർക്കും എന്തോ പറ്റിയല്ലേ, അപ്പം ഞാൻ ഡോക്ടറല്ലേ, ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ ഇവൻ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്നും പോകുന്നതും ഇവൾക്കാണെങ്കിൽ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഇതേ ടൈമിൽ സേ ആണെങ്കിൽ മോർണിംഗിൽ തന്നെ ടാക്സിയിൽ വന്ന് ഇറങ്ങുന്നതും, അപ്പോൾ ക്യുജോങ്ങിന്റെ അമ്മയാണെങ്കിൽ പുറത്തിരിക്കുന്നത് കണ്ട് ഇത് എന്ത് പറ്റി ആൻറ്റി, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെ ക്യുജോങ് ഇവിടെ വന്നിട്ടില്ലേ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നതും, ക്യുജോങ് ചേച്ചിയുടെ ഒരു ഭാഗ്യം, എനിക്ക് ആളെ പറ്റി ആലോചിക്കുമ്പോൾ കുശുമ്പ് തോന്നുക, ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയെ കിട്ടിയില്ലേ എന്ന് പറയുമ്പോൾ, എന്താ ക്യുജോങ്ങിനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് സേയ പറയുന്നതും, തൊട്ടപ്പുറത്തിരിക്കുന്ന ഹ്യൂനാണെങ്കിൽ വേണ്ടാന്നൊക്കെ ആക്ഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മയാണെങ്കിലോ ഹ്യൂനിനോട് അകത്തേക്ക് പോകാൻ പറയുന്നതും, ആളാണെങ്കിൽ കയ്യിൽ കിട്ടിയ ചൂലെടുത്തിട്ട് സേയ അടിക്കുന്നതാണ് കാണിക്കുന്നത്. ഇന്നലെ രാത്രി എവിടെയായിരുന്നു, ഇവിടെ വന്നതിന് ശേഷം പുറത്തു പോകുമ്പോൾ പറഞ്ഞിട്ട് പോണ്ടേ, നിന്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞാൽ എനിക്കല്ലേ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു നന്നായിട്ട് തല്ലുന്നതും, ഇവളാണെങ്കിൽ സോറി ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് പറയുന്ന സേയാണെങ്കിൽ ഇനി അമ്മയെങ്ങാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് ആലോചിച്ച് പേടിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ലീഗുനാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടെ ഓൾറെഡി ക്യുജോങ് എത്തുന്നുണ്ട് കേട്ടോ. അതായത് ടാക്സിക്കൊക്കെ ഇപ്പം നല്ല സ്പീഡാണെന്ന് ഇവൾ പറയുന്നതും, ലീഗുനാണെങ്കിൽ ഇവളെ മൈൻഡ് ചെയ്യാതെ ആവുമ്പോൾ, നമുക്കൊരു ബെറ്റ് വെച്ചാലോ, ഇപ്പം കാണാൻ പോകുന്ന പ്ലെയറിനെ എന്നെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ കൺസൾട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ ഇവിടെ നിന്ന് പൊക്കോളാം, പക്ഷേ ആൾക്ക് എന്നെ ഇഷ്ടമായ ഞാൻ നിങ്ങളുടെ ടീമിൻ്റെ ഡോക്ടറായിരിക്കും, എന്താ ബെറ്റിനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങനെ ബെറ്റിലൊന്നും തോൽക്കാറില്ല എന്ന് പറയുന്ന ലീഗുനാണെങ്കിൽ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അല്ല ഏതാ ഈ പ്ലെയർ എന്ന് ചോദിച്ച് ഇവള് ചാസിയോന്റെ അടുത്തേക്ക് പോകുമ്പോൾ, ചാസിയോനെയാണെങ്കിൽ ഈ റീഹാബിലേഷൻ ഒക്കെ ചെയ്യാൻ പേടിച്ച് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് എറിയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ ഞാൻ ടീം ഡോക്ടറാണ്, തന്നെ കൺസൾട്ട് ചെയ്യാൻ ഏജൻസിയിൽ നിന്നും വന്നതാന്നൊക്കെ പറയുമ്പോൾ, ചാസിയോനെയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകാൻ ശ്രമിക്കുമ്പോൾ, നമുക്കൊന്ന് സംസാരിച്ചാലോ എന്ന് ഇവളവിടെ ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ലീഗുനാണെങ്കിൽ ചാസിയോനയുടെ അമ്മയെ മീറ്റ് ചെയ്യുന്നതും, ഇവർ പുറത്തായതുകൊണ്ട് ശരിക്കും മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചാസിയോനോട് അമ്മയ്ക്ക് നല്ല നിരാശയായിരിക്കും കേട്ടോ. അതായത് ലീഗുനെ
ഇവൾ ഒരിക്കലും ഒരു ഇന്റർനാഷണൽ ടീമിൽ കളിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ അവിടെ പറയുമ്പോൾ ഇഞ്ചുറി എല്ലാം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാന്നൊക്കെ ഇവനോട് പറയുന്നുണ്ട്. എന്നാൽ അങ്ങോട്ട് വരുന്ന ഹോങ് ആണെങ്കിൽ ആൾക്ക് ഓൾറെഡി ചാസിയോയുടെ അമ്മയായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടല്ലോ, ഇവനെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, നിങ്ങൾക്കറിയാലോ പാരന്റ്സിന്റെ സമ്മതം ഇല്ലാതെ കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പിൻവലിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ അമ്മയെ കൊണ്ട് പോകുന്നതും ലീഗുവിനോട് കളിയാക്കിയിട്ട് ഇത് എന്തോന്ന് ബിസിനസ് കാർഡാന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ക്യുജിയോങ് ആണെങ്കിൽ ചാസിയോനോട് അല്ല താനിപ്പോൾ എന്തിനാ കരയുന്നത്, തന്റെ ഇമോഷൻ എന്താണെന്ന് എന്നോട് വ്യക്തമായിട്ട് പറയണമെന്ന് പറയുമ്പോൾ അതെന്തിനാന്ന് ചോദിക്കുന്ന ചാസിയോനോട് അതായത് ഇപ്പം ഞാൻ തന്റെ ഡയറിയാണെന്ന് വിചാരിക്കുക, അപ്പം തന്റെ വിഷമം എന്നോട് പറ, ഞാനത് സോൾവ് ആക്കി തരാമെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ലവ് ഗെയിം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗെയിമിന്റെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഇവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം ചാസിയോനെയാണെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഈ നാഷണൽ ടീമിൽ കയറാൻ പറ്റിയില്ല അതായിരിക്കുമല്ലേ സങ്കടം എന്ന് ചോദിക്കുന്ന ക്യുജോങ്ങിനോട് അതൊന്നുമല്ല, ഈ കപ്പിൾസ് ടെന്നീസ് ഗെയിം കളിക്കില്ലേ ഓൺലൈനിൽ, അതിലെനിക്ക് ജയിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതും അതായിരുന്നു, അതൊന്നൊരു വിഷയമില്ല, തൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്ത് തരാം, കൺസൾട്ടേഷൻ ആരംഭിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ അധികം സമയമൊന്നുമില്ല, നമുക്ക് നേരിട്ടിട്ട് റീഹാബിലേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നതും പിന്നീട് ലീഗുൻ വന്ന് നോക്കുന്ന ടൈമിൽ ഇവർ ആ റൂമിൽ കാണില്ല. ഇവൻ നോക്കുമ്പോൾ കാണുന്നത് എന്താ, ചാസിയോന ക്യുജോങ്ങിനിട്ടൊരു നല്ല പണി കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇവളെ കെട്ടിത്തൂക്കി ഇട്ടിട്ടാണ് പോവുക. അപ്പോൾ ഇവൻ ഇത് കാണുമ്പോൾ ചിരിയും വരുന്നുണ്ട്. ചാസിയോനായിട്ട് ഇത്രയ്ക്കും കമ്പനി ആയോ എന്ന് ഇവൻ ചോദിക്കുന്നതും താനായിരുന്നു എന്നെ ഒന്ന് നിലത്തെത്തിക്കോ എന്ന് ചോദിക്കുന്ന ക്യുജോങ്ങിനോട് അല്ല ഈ പോസ് കാണുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്ന് അറിയോ, സൂപ്പർമാനെയാണെന്ന് പറഞ്ഞ് ഇവനിതങ്ങനെ കുലിക്കുന്ന ടൈമിൽ അയ്യോ എനിക്ക് തല കറങ്ങുന്നു, എന്നെ ഒന്ന് നിലം കാണിക്കൂ എന്നൊക്കെ ഇവള് ചോദിക്കുന്ന ഒരു കോമഡി സീനാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ലീഷിനാണെങ്കിൽ പ്രൊഫസർ ഹാനിനെ കാണാൻ എത്തുന്നതും ഇത് കൺസൾട്ടേഷൻ ടൈം അല്ലല്ലോ പിന്നെ എന്താന്ന് ചോദിക്കുന്ന പ്രൊഫസർ ഹാൻ ആണെങ്കിൽ താൻ എന്തായാലും വന്നത് നന്നായി, തന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, താൻ തൻ്റെ ബ്രദറോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും തിരിച്ചിവിടെ എത്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ ബെസ്റ്റ്, ഞങ്ങൾ ആര് പറഞ്ഞാലും ചേട്ടൻ കേൾക്കത്തില്ല, പിന്നെ എനിക്ക് ചേട്ടനോട് പറയാൻ പറ്റത്തില്ലല്ലോ, ചേട്ടൻ ഒബ്സർവേഷൻ്റെ ഇടയിലാണെന്ന്, അപ്പം ചേട്ടന് സംശയം തോന്നത്തില്ലേ എന്ന് പറയുന്നതും ഹാൻ ആണെങ്കിലും എടോ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഓർമ്മ വന്നാൽ മതി, പിന്നെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും, പിന്നെ ആൾ ഏത് സ്റ്റേജിലെത്തുന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലീഷിനൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ എല്ലാ കാര്യവും ഓർമ്മ വരുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാ തോന്നുന്നതെന്ന് പ്രൊഫസർ ഹാൻ പറയുന്നതും ഇവൻ്റെ ഈ ടെൻഷൻ കണ്ടിട്ട് താൻ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ഇയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലീഷിനാണെങ്കിലും അല്ല എല്ലാവർക്കും ഇപ്പോഴുള്ള ലീഗിനെയാണ് ഇഷ്ടമെന്ന് പറയുന്നതും അല്ല ഞാൻ തരാറുള്ള പാനിക് അസുഖത്തിനുള്ള മരുന്ന് താൻ കഴിക്കുന്നില്ലേ എന്ന് ഹാൻ ചോദിക്കുന്ന ടൈമിൽ ഞാൻ കഴിക്കുന്നുണ്ടെന്ന് പറയുന്നതും അല്ല ക്യുജോങ് ഡോക്ടർ എന്താ ലീവാണോ എന്ന് ചോദിക്കുമ്പോൾ ആളിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഷനിലാണെന്ന് പറയുന്നതും അയ്യോ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എന്തിനാ തനിക്കെന്ന് ചോദിക്കുന്ന ഹാനിനോട് അല്ല ജസ്റ്റ് ഫുഡ് ഒരുമിച്ച് കഴിക്കാനായിരുന്നു എന്ന് പറയുന്നതും അതിനെന്താ ഞാൻ ഫ്രീ അല്ലേ ഞാൻ വരാന്ന് പറയുമ്പോൾ ലീഷൻ അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് അടിക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ എന്താന്ന് ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ എന്ന് ലീഷൻ പറയുന്നതും അല്ല കഴിഞ്ഞ ദിവസം ഞാനല്ലേ ക്യുജോങ്ങിനെ വീട്ടിലെത്തിച്ചത്, അപ്പോൾ ആ പരിസരത്തൊക്കെ ഒന്ന് പോയി അന്വേഷിക്കാന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ലീഷനാണെങ്കിൽ അതായത് ലീഷിന്റെ പാരന്റ്സിന് അറിയത്തില്ല ഇവള് കൊറിയയിലേക്ക് വന്ന കാര്യം. ഇതും പറഞ്ഞിട്ടാണ് നേരത്തെ ക്യുജോങ്ങിന്റെ അമ്മ ഇവളെ അടിച്ചത് കേട്ടോ. എന്നാൽ ക്യുജോങ്ങിന്റെ അമ്മയെ വിളിച്ച ടൈമിൽ ഇവള് കൊറിയയിലുണ്ടെന്ന് ഇവളുടെ അമ്മ അറിയുന്നതും അതുകൊണ്ട് തന്നെ എല്ലാ ക്രെഡിറ്റ് കാർഡും അച്ഛനോട് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവളാണെങ്കിൽ കുറെ ബിയറൊക്കെ വാങ്ങുന്നതും പൈസ അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പൊ വിഷമിച്ച് നിൽക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒരെണ്ണം കൊണ്ടുപോക്കോളൂ എന്ന് ഈ ലേഡി പറയുന്നുണ്ട്. അതായത് ഇവരൊക്കെ ആയിട്ട് ഇവള് നല്ല കമ്പനിയാണല്ലോ. ഇവളാണെങ്കിൽ സന്തോഷത്തിൽ അത് കുടിക്കുന്ന ടൈമിലാണ് കറക്റ്റ് ലീഷൻ അങ്ങോട്ട് കയറി വരുന്നതും ഈ ഒരു സ്വഭാവത്തിൽ ഒരു മാറ്റം ഇല്ലാലും ഇവൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ എന്നെ ഫോളോ ചെയ്ത് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് അതല്ലേ പണി, എനിക്ക് വേണമെങ്കിൽ പറയാലോ ഞാൻ ഇവിടെ വരുന്നു വിചാരിച്ച് നീ എന്നെ ഫോളോ ചെയ്ത് വന്നതാണെന്ന്. അല്ല നീ എന്റെ ഫോട്ടോയുള്ള ബിയറാണല്ലോ കുടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സേ ആണെങ്കിൽ അതിന്റെ കാര്യം എന്താണെന്നറിയോ, ഇത് കുടിച്ചതിന് ശേഷം നിന്റെ മുഖം എനിക്കിങ്ങനെ ചുക്കി ചുളിക്കണം എന്ന് പറയുമ്പോൾ ഇത് കണ്ടിട്ട് ആ ലേഡിക്ക് വരെ ചിരി വരുന്നുണ്ട്. പിന്നീട് ഇവർ സംസാരിക്കുന്നതും ഇറ്റാലിയൻ ടൂർണമെന്റ് നടക്കുന്ന ടൈമിലാണ് നമ്മൾ ഡേറ്റ് ചെയ്തത്, വെറും 3 ദിവസം ഡേറ്റിംഗിൽ ബിയർ മാത്രമേ കുടിച്ചിട്ടുള്ളൂ, ദേ ഇപ്പോഴും എനിക്കൊരു ബിയർ ടൂർ ആയിരുന്നു എന്ന ഓർമ്മ വരുന്നതെന്ന് പറയുമ്പോൾ കണക്കായി പോയി എന്ന് ക്യുജോങ് പറയുന്നതും നീ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഉണ്ടെന്ന് അച്ഛന് മനസ്സിലായിട്ടുണ്ട്, മിക്കവാറും ഡാഡി ഒരാളെ എന്നെ ഫോളോ ചെയ്യാൻ ഏൽപ്പിക്കും, അയാൾ എങ്ങാനും നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇഞ്ചിഞ്ചായി പരിപ്പിളക്കും, അതിന്റെ ആവശ്യമില്ലെങ്കിൽ ഇനി മുതൽ എന്നെ കാണേണ്ടെന്ന് പറയുന്നതും അതിന് നിന്നെ ആരെ കാണുന്നു, ഇനി നിനക്ക് എന്നെ കാണേണ്ടി വരില്ല, നീ എവിടേക്ക് വേണമെങ്കിലും നോക്കിക്കോന്ന് പറഞ്ഞ് രണ്ടുപേരും തല്ലുകൂടുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ക്യുജോങ് ആണെങ്കിൽ പ്രൊഫസർ ഹാനിനെ മീറ്റ് ചെയ്യുന്നതും എന്നാലും ഡയറക്ടർക്കെതിരെ താങ്കൾ ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അറിയാലോ അയാൾ ന്യൂറോ സർജന്റെ ഹെഡാണെന്ന് മാത്രമല്ല നമ്മുടെ ഹോസ്പിറ്റലിലെ ഡയറക്ടർ അല്ലേ, അപ്പൊ എനിക്ക് എന്താ പറയാൻ കഴിയാം, ഞാൻ ശരിക്കും പേടിച്ചു പോയി എന്നൊക്കെ പറയുന്നതും അവർ നടത്തിയ ടെസ്റ്റ് റിസൾട്ട്സിന്റെ കോപ്പി ക്യുജോങ്ങിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഫസ്റ്റ് ലവിനെ പറ്റി പറയുന്ന ടൈമിൽ ആളുടെ കോൺഫിഡൻസ് നന്നായിട്ട് കുറയുന്നുണ്ടെന്ന് പ്രൊഫസർ ഹാൻ പറയുന്നതും ഇത് കേൾക്കുന്ന ക്യുജോങ് ആണെങ്കിൽ അതായത് ഞാൻ ആളെ റിജക്ട് ചെയ്യുന്ന ഓരോ പ്രാവശ്യവും ആള് ഡൗൺ ആവുന്നുണ്ടല്ലേ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പ്രൊഫസർ ഹാൻ ആണെങ്കിൽ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, അപ്പൊ ഇവരുടെ മേത്ത് എനിക്കൊരു കണ്ണുണ്ട്, താൻ എന്തായാലും സബ്ജക്റ്റിനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതും അതെന്താ അങ്ങനെ
പറഞ്ഞത് അവർ വീണ്ടും എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് നടത്തുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ പേഷ്യൻറ്റിനെ സൂക്ഷിക്കണം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ഇവൾ അവിടെ പറയുന്നുണ്ട്. അല്ല ഡോക്ടർക്ക് ഇന്ന് എന്തെങ്കിലും സമയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആൾ ഫ്രീ ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഫ്രീ അല്ലേ, എനിക്ക് ഭാര്യയും കുട്ടികളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു അത്ലറ്റിനെ കൗൺസിലിംഗ് ചെയ്യണം, അതിൻ്റെ ഒരു ടിപ്പ് പറഞ്ഞു തരുമെന്ന് ചോദിക്കുമ്പോൾ ആൾ കുറച്ച് ബുക്സ് എടുത്ത് നീ തന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നതും ഇയാൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ഇവൾ ചിന്തിക്കുന്നുണ്ട്. പുറത്ത് വരുന്ന ഹാനാണെങ്കിൽ ഒരു ഡോക്ടർ നേഴ്സ് സോങ്ങിന് പൈസ കൊടുക്കുന്നതും ഇതെന്താ സംഭവം, നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയായിരിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവരെന്തോ ഫണ്ടിന് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ കാശ് ഇങ്ങനെ കളക്ട് ചെയ്യുന്നത്. ഇതറിയുന്ന പ്രൊഫസർ ഹാനാണെങ്കിൽ നിങ്ങൾക്കൊന്നും വേറൊരു പണിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും ചൂടായി പോകുന്നതും ഞാൻ വെറുതെ ഓൺലൈനിൽ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് എഴുതി ഒരെണ്ണത്തിന് ബോധമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ. അതായത് ആളുടെ ബർത്ത്ഡേ ആണ്. ക്യുച്ചോങ് ആണെങ്കിൽ നേഴ്സിനോട് ചാർജർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടൈമിലാണ് തേയോങ്ങും ഗേൾ ഫ്രണ്ടും കൂടി വരുന്നതും. തേയോങ് ആണെങ്കിൽ ഇവളെ കാണുമ്പോൾ ഗേൾ ഫ്രണ്ടിനെ അങ്ങ് തള്ളി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം നേഴ്സ് ആണെങ്കിൽ തേയോങ്ങിനോട് ചാർജർ ചോദിക്കുന്നതും ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ വേണ്ടാന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ നൈറ്റിൽ ലീഗുനാണെങ്കിൽ കോളേക്ക് ഓരോന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതും ലീഷിനാണെങ്കിൽ ഇതൊന്നും അതിന് മനസ്സിലാവത്തില്ല എന്ന് പറയുമ്പോൾ എല്ലാം അറിയാത്തതുപോലെ നടിക്കുകയാണെന്ന് ലീഗുന് പറയുന്നതും അതായത് ഇവന് കോളെ അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല. പിന്നീട് ഇവർ ഫുഡ് കഴിക്കാനിരിക്കുന്ന ടൈമിൽ എനിക്ക് ഈ വേവിച്ച പോർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതും ഇപ്പോഴും നിനക്ക് ഇഷ്ടമല്ലെന്നാട്ടോ അമ്മ ചോദിക്കുന്നത്. ഇവനാണെങ്കിൽ എനിക്കതിന് ഇഷ്ടമല്ലല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യം ഓർമ്മ വരുന്നതും അങ്ങനെ ഇവർ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ലീഷിനാണെങ്കിലും നിനക്ക് നന്നായിട്ട് വെയിറ്റ് വെക്കുന്നുണ്ട്, നീ ഇപ്പോൾ ഫുഡ് കഴിക്കേണ്ടെന്ന് പറഞ്ഞ് കോളെ അവരെ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. എന്ന ലീഷൻ കാണാതെ ലീഗുനാണെങ്കിൽ ആ പുഴുങ്ങിയ പോർക്കൊക്കെ കോളയ്ക്ക് ഇട്ട് കൊടുക്കുന്നതും അച്ഛനും അമ്മയും ആണെങ്കിൽ ലീഷിന്റെ കോച്ചിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇവനോട് ഡയറ്റ് എടുക്കാനൊക്കെ പാരന്റ്സ് പറയുന്നതും ലീഗുനാണെങ്കിലും എന്നാൽ ശരി ഞാൻ പോവാന്ന് പറയുമ്പോൾ നീ ബിസിനസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്ന് വിചാരിച്ച് അവിടെ തന്നെ ഉറങ്ങേണ്ട ആവശ്യമില്ലല്ലോ, നിനക്ക് ഇവിടെ ഇരുന്നിട്ടും ബിസിനസ് ചെയ്യാലോ എന്ന് അമ്മ പറയുന്നതും അച്ഛനാണെങ്കിൽ ഇത് കണ്ടാൽ നീ അവിടെ എന്തോ ഒരു പെണ്ണിനെ ഒളിപ്പിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നതെന്ന് പറയുമ്പോഴേക്കും ലീഗുൻ അങ്ങ് ഷോക്ക് ആകുന്നുണ്ട്. പിന്നെ ഇപ്പൊ എനിക്ക് പ്രണയിക്കാനുള്ള സമയമാണല്ലോ എന്ന് പറയുന്ന ലീഗുനോട് അതെന്താ നിനക്ക് പ്രണയിച്ചൂടെ, നിന്റെ ഫസ്റ്റ് ലവിനെ കണ്ട സമയത്ത് നീ എന്താ പറഞ്ഞത്, അവള് കുടിക്കുന്നത് കാണാൻ എന്ത് രസമാണെന്ന് നിനക്ക് ഓർമ്മയില്ലെന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ലീഷനാണെങ്കിൽ ഫസ്റ്റ് ലവോ അതാരെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലീഗുനാണെങ്കിലും എന്നാൽ ഇപ്പൊ അവള് വെള്ളം കുടിക്കുമ്പോൾ എനിക്ക് അത്ര ഭംഗിയായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന പാരന്റ്സ് ആണെങ്കിൽ അവള് നിന്നെ റിജക്ട് ചെയ്തുവല്ലേ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ലീഷനാണെങ്കിലും റിജക്ട് ചെയ്തു, ആളെ കാണാൻ ഭംഗിയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഭംഗിയുണ്ടെന്ന് അമ്മ പറയുന്നതും ഇവനാണെങ്കിൽ അതെ പാസ്റ്റ് ആണ്, എനിക്കിപ്പോൾ അവളോട് ഒരു പ്രണയമില്ല, അതുകൊണ്ട് ഫസ്റ്റ് ലവിനെ പറ്റി ഇവിടെ സംസാരിക്കേണ്ടെന്ന് പറയുമ്പോൾ പാരന്റ്സ് ആണെങ്കിൽ അപ്പോൾ ഉറപ്പിച്ചു അവൾ ഇവനെ റിജക്ട് ചെയ്തു എന്ന് അവിടെ പറയുന്നുണ്ട്. ഇവനാണെങ്കിലും ഇവന്റെ സ്യൂട്ട് കേസിനെ പറ്റി ചോദിക്കുമ്പോൾ അത് കളഞ്ഞു എന്നാണ് അച്ഛൻ പറയുന്നത്. അമ്മയാണെങ്കിലും അത് സർവീസ് ചെയ്യാൻ കൊടുത്തു എന്നും. ലീഗൻ പോകുന്ന ടൈമിൽ ഫോളോ ചെയ്യുന്ന ലീഷനാണെങ്കിൽ ഈ ഫസ്റ്റ് ലവ് എങ്ങനെയാണ് നല്ല പ്രിറ്റി ആയിരുന്നു, എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്തത്, ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നതും അത് ഫസ്റ്റ് ലവ് ഒന്നല്ല വർക്കിന്റെ ഒരു കാര്യമായിട്ട് ഞങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ലീഗുനാണെങ്കിൽ അല്ല ഞാൻ സ്റ്റെയർ കേസിന്റെ അവിടെ നിന്ന് വീണു എന്നല്ല നീ പറഞ്ഞത്, അപ്പോൾ ആക്സിഡന്റ് നടന്ന ദിവസം ഞാൻ വീട്ടിലുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന ലീഗുനോട് താൻ മൊത്തം വീട്ടിൽ തന്നെയായിരുന്നു, ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു, എന്താ തനിക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടെന്ന് ലീഷൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ലീഗുൻ പറയുന്നതും ഇവൻ പോകുന്ന ടൈമിൽ താൻ മുടങ്ങാതെ ചെക്കപ്പ് എടുക്കണം, പ്രൊഫസർ ഹാനിന് നല്ല ടെൻഷൻ ഉണ്ടെന്ന് ലീഷൻ പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് ലീഗുൻ അവിടെ നിന്നും പോകുന്നത്. എന്നാൽ ലീഗുൻ അത്രയ്ക്ക് ഓക്കെ ആയിരിക്കില്ല കേട്ടോ. അതായത് റീയൂണിയന് പോയിട്ടുണ്ടായിരുന്നു എന്ന് ഇവൻ ഇൻവിറ്റേഷൻ കാർഡ് കണ്ടപ്പോൾ ആലോചിച്ചല്ലോ, അതുകൊണ്ട് തന്നെ ഇവന്റെ വാൻ എടുത്ത് അതിൽ GPS നോക്കുന്ന ടൈമിൽ ഇവൻ റീയൂണിയൻ നടന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷെ ലീഷൻ പറഞ്ഞത് ആക്സിഡന്റ് നടന്ന ദിവസം ഇവൻ വീട്ടിൽ നിന്നും എങ്ങോട്ടും പോയിട്ടില്ല എന്നാണ്. അപ്പൊ ഇതിൽ നല്ല ഡൗട്ട് തോന്നിയിട്ട് ലീഗുനാണെങ്കിൽ വണ്ടി തിരിച്ച് വീട്ടിലെത്തുന്നതും ഇവന്റെ വാൻ ഉണ്ടല്ലോ അതിൽ ഫ്രണ്ട് ക്യാമറ പരിശോധിക്കുന്ന ടൈമിൽ അതിൽ മെമ്മറി കാർഡ് ഉണ്ടായിരിക്കില്ല. ഈ മെമ്മറി കാർഡ് ഇത് ഇവിടെ പോയി, അല്ല ലീഷൻ എന്തിന് എന്നോട് നുണ പറഞ്ഞെന്നൊക്കെ ഇവൻ ആലോചിക്കുന്നതും ഇതേ ടൈമിൽ അതേ മെമ്മറി കാർഡ് ലോക്കറിലേക്ക് എടുത്തു വെക്കുന്ന ലീഷനെയാണ് കാണിക്കുന്നത്. ആ ലോക്കറിൽ ലീഗുന്റെ മെഡൽ ഉണ്ടായിരിക്കോട്ടോ. അപ്പോൾ അവിടെ ഒരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട്, അതായത് വെള്ളത്തിൽ നിന്നും ലീഗുനെ എസ്കേപ്പ് ആക്കുന്നതും പിന്നീട് CPR കൊടുക്കുന്ന ടൈമിൽ ആംബുലൻസിന്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ടൈമിൽ ലീഗുന്റെ കയ്യിലുള്ള മെഡൽ എടുത്ത് ഇവൻ പോക്കറ്റിലിടുന്നതും ഇതെല്ലാം ആലോചിച്ചെടുക്കുന്ന ലീഷനാണെങ്കിൽ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവിടെ പറയുന്ന ഒരു സീനാണ് കാണിക്കുന്നത്.